സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജ്റ വർഷം 1447 പൂർത്തിയായി 1448 നാം കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച അസ്തമിച്ച് കേരളത്തിൽ പിറ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഖാദിമാർ ബുധനാഴ്ച മുഹറം 1 എന്ന് പ്രഖ്യാപനം നടത്തിയത് നാം ഒക്കെ അറിഞ്ഞു. അതനുസരിച്ച് ഇന്ന് മുഹറം 3. അല്ലാഹു തആല ഈ ഒരു പുതിയ വർഷം ഖൈറിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സലാമത്തിന്റെ വർഷമാക്കി നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളെ തൊട്ടും ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഹിജ്റ പുതുവർഷത്തിന്റെ ആഗമനം ഒരുപക്ഷെ പലരും അറിയാതെ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നു വരികയാണ് പതിവ്. പലരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അർഹിക്കുന്ന പരിഗണന, ആദരവ് ആ പുതിയ വർഷത്തിനോ വിശുദ്ധമായ മുഹറം മാസത്തിനോ നൽകുകയും ചെയ്യാറില്ല. അതേസമയം മുഹറത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ, അതിന്റെ മഹത്വം നന്നായി അറിഞ്ഞ പലരുമുണ്ട്. അവരൊക്കെ മുഹറത്തെ പ്രതീക്ഷിച്ചിരിക്കുകയും വേണ്ടതുപോലെ പരിഗണിക്കുകയും നോമ്പടക്കമുള്ള അള്ളാഹുവിന് പൊരുത്തപ്പെട്ട അമലുകൾ ചെയ്തുകൊണ്ട് ആ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട്. യഥാർത്ഥത്തിൽ മുഹറം മാസം അല്ലാഹുവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വലിയ ആദരവ് നൽകിയ പവിത്രമായ മാസങ്ങളിൽ പെട്ടതാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല അത് പഠിപ്പിക്കുന്നുണ്ട്. മാസങ്ങളുടെ എണ്ണം 12 ആണെന്നും ആ 12 മാസങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ് എന്നും വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ് നാം നിലകൊള്ളുന്ന പരിശുദ്ധമായ മുഹറം മാസം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് മാത്രം മനസ്സിലാക്കിയാൽ മുഹറം മാസത്തിന്റെ ബഹുമാനം നമുക്ക് നല്ലതുപോലെ ഗ്രഹിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അഫ്ളലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം, വിശുദ്ധമായ റമളാൻ മാസം കഴിഞ്ഞാൽ പരിശുദ്ധമായ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയേറിയത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിലൂടെ 2 കാര്യങ്ങളാണ് മുത്തുനബി തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിലൊന്നാമത്തെ കാര്യം, വിശുദ്ധ റമളാനിന് ശേഷം നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസമാണ് എന്ന പാഠമാണ്. രണ്ടാമത്തേത്, മുഹറം എന്നത് അള്ളാഹുവിന്റെ മാസമാണ്, ശഹ്റുല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറത്തെ വിശേഷിപ്പിച്ചത്. ഒരു കാര്യത്തെ അള്ളാഹുവിലേക്ക് ചേർത്തു പറയുമ്പോൾ ആ കാര്യത്തിന് പ്രത്യേകമായ മഹത്വം, ബഹുമതി ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഅബാലയത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ബൈത്തുല്ലാഹ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ ഭവനം.
ആ കഅബാലയത്തിന് നൽകപ്പെടുന്ന ആദരവ് എത്രയാണെന്ന് പ്രത്യേകിച്ച് ഞാൻ വിശേഷിപ്പിക്കേണ്ടതില്ല, വിശദീകരിക്കേണ്ടതില്ല. ലോകമെമ്പാടുമുള്ള കോടാനുകോടി വിശ്വാസികൾ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ആ പരിശുദ്ധമായ കഅബാലയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയൊരു പാഠമുണ്ട്. കഅബാലയത്തെ തകർക്കാൻ വേണ്ടി അബ്റഹത്തിന്റെ ആനപ്പട കഅബാലയത്തെ ലക്ഷ്യമാക്കി മിനയുടെ ഭാഗത്തിലൂടെ വലിയ സംഘവുമായി കടന്നു വരുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കണം, വാദി മഹസ്സറിലെത്തിയപ്പോ അവർക്ക് ആ കഅബാലയത്തൊന്ന് കാണാൻ പോലും അല്ലാഹു അവസരം കൊടുത്തില്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. വിശുദ്ധമായ ഖുർആനിൽ വളരെ കൃത്യമായി ആ സംഭവം അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. കഅബാലയത്തെ തകർക്കാൻ വലിയ ആനകളടങ്ങുന്ന സംഘവുമായി അബ്റഹത്ത് രാജാവ് കടന്നു വരുമ്പോ ആ ഭീമാകാരന്മാരായ ആനകളടങ്ങുന്ന സംഘത്തെ തകർക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് അബാബീൽ എന്നു പേരുള്ള ഒരു ചെറിയ കുരുവിയോളം വലിപ്പമുള്ള പക്ഷികളെയാണ്. ആ പക്ഷികളുടെ ചുണ്ടുകളിൽ പ്രത്യേകമായ ഒരു തരം കല്ലുകളെ അല്ലാഹു തആല വെച്ചു കൊടുക്കുകയും ആ കല്ലുകൾ ആനപ്പടയുടെ മുകളിലെത്തിയപ്പോ ആ പക്ഷികൾ ആ പടയിലേക്ക് നിക്ഷേപിക്കുകയും വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ചവച്ചരക്കപ്പെട്ട, ചവിട്ടി മെതിക്കപ്പെട്ട വൈക്കോലുകളെ പോലെയായി അബ്റഹത്തിന്റെ സൈന്യമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹുവുമായി ചേർന്ന് നിൽക്കുന്നതിന്റെ, ചേർത്തു പറയുന്നതിന്റെ മഹത്വം വെളിവാക്കി തരുന്ന വചനങ്ങളാണ്. ബൈത്തുള്ളയെ അല്ലാഹു സംരക്ഷിച്ചതിന്റെ മഹത്തായ പാഠങ്ങളാണ് സൂറത്തുൽ ഫീൽ നമുക്ക് പകർന്നു നൽകുന്നത്. ഇതുപോലെ അല്ലാഹുവുമായി ചേർത്തു പറഞ്ഞൊരു മാസമാണ് ശഹ്റുല്ലാഹ് എന്ന് മുത്തുനബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അതുകൊണ്ട് തന്നെ അതിന് വലിയ പവിത്രതയുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹു ബഹുമാനിച്ച മാസം എന്ന നിലയ്ക്ക്, അല്ലാഹു ആദരിച്ച മാസം എന്ന നിലയ്ക്ക് ആ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. മുഹറം മാസത്തിൽ തന്നെ അല്ലാഹു തആല പ്രത്യേകമായി ഏറ്റവും അധികം ബഹുമാനിച്ച 2 ദിവസങ്ങളാണ് മുഹറം 9, 10 എന്നീ ദിവസങ്ങൾ. നിരവധി ഹദീസുകളിൽ നിന്ന് നമുക്ക് ഈ സംഭവം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മഹാനായ ഇബ്നു ഉമർ ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന അഹ്ലൽ ജാഹിലിയ്യത്തി കാനൂ യസൂമൂന യൗമ ആശൂറാ. മുസ്ലിങ്ങൾ മാത്രമല്ല ആശൂറാഇന്റെ ദിവസം മുഹറം 10 നോമ്പനുഷ്ഠിച്ചിരുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരടക്കം അക്കാലഘട്ടത്തിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന് മുമ്പും മുഹറം 10 നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ആശൂറാ യൗമുൻ മിൻ അയ്യാമില്ലാഹി തആല. ആശൂറ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട, അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ്. ഫമൻ ശാഅ സ്വമഹു വമൻ ശാഅ തറകഹു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ദിവസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമില്ല എങ്കിൽ പോലും അതിന്റെ ഗൗരവത്തോടുകൂടി നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് നോമ്പനുഷ്ഠിക്കാം, അല്ലെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കാം. പക്ഷേ ആ പറഞ്ഞത് വേണമെങ്കിൽ പിടിച്ചാൽ മതി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത് നിർബന്ധമില്ല എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. അല്ലാതെ മുത്തനബി തങ്ങൾ വേണമെങ്കിൽ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് നിസ്സാരവൽക്കരിക്കുകയല്ല വേണ്ടത്. മറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സാധിക്കുന്നവരൊക്കെ, കഴിവുള്ളവരൊക്കെ അന്നേ ദിവസം നോമ്പുകാരായി മാറണമെന്നതിന്റെ സൂചനയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നത്. ഈ ഹദീസിൽ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ജാഹിലിയ കാലത്തെ ജനങ്ങൾ മുഹറം 10 നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നതാണ്.
ജാഹിലിയ്യ കാലഘട്ടത്തെ ജനങ്ങൾ മുഹറം 10 നോമ്പനുഷ്ഠിച്ചിരുന്നു. രണ്ടാമത്തേത് യൗമും മിൻ അയ്യാമില്ല, അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തൊരു ദിവസമാണ് മുഹറം 10. നേരത്തെ നമ്മൾ പറഞ്ഞു ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ് മുഹറം മാസം എന്ന് പറഞ്ഞു. ഇവിടെ ദിവസങ്ങളെ പറഞ്ഞപ്പോ യൗമും മിൻ അയ്യാമില്ല, ആശൂറ ദിവസം അഥവാ മുഹറം 10 അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത ദിവസമാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ പ്രത്യേകമായി വന്ന ദിവസമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ എത്രയോ അമ്പിയാക്കൾക്ക് അവരുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ സഹായം വന്നിറങ്ങിയ ദിവസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് വർഷങ്ങളോളം ഭൂമിയിലൂടെ അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തുകൊണ്ട് നടന്നു. പാപങ്ങൾ എനിക്ക് എന്റെ തെറ്റ് പുറത്തു തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാം നടന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ആദം നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ച മാസമാണ് മുഹറം മാസം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം തന്നിൽ വിശ്വസിച്ച അങ്കുലി പരിമിതരായ കുറഞ്ഞ ജനങ്ങളെയുമേറ്റി കപ്പലുമായി യാത്ര തിരിച്ചപ്പോ ദിവസങ്ങളോളം ലക്ഷ്യസ്ഥാനം കണ്ടെത്താതെ നടന്ന് എങ്ങോട്ടെന്നറിയാതെ പാഞ്ഞ കപ്പലിനെ അല്ലാഹു തആല നങ്കൂരമിടിച്ച ദിവസമാണ് മുഹറം 10 ദിവസം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിയ തീക്കുണ്ടാരമുണ്ടാക്കിയ തീക്കുണ്ടാരത്തിലേക്ക് നമ്രൂദിന്റെ കിങ്കരന്മാര് വലിച്ചെറിഞ്ഞപ്പോ ആ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10 ദിവസം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇതുപോലെ നിരവധി പ്രവാചകന്മാർക്ക്, സ്വാലിഹീങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം നൽകാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്ത ദിവസം ആശൂറയുടെ ദിവസമായിരുന്നു, മുഹറം 10 ദിവസമായിരുന്നു എന്ന് ധാരാളം മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ ക്രൂരമായ അതിക്രമത്തിൽ നിന്ന് ബനൂ ഇസ്രായേലികളെ രക്ഷപ്പെടുത്തണമെന്ന ദൗത്യവുമായി അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. തുരിസിനാ പർവ്വതത്തിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്നുള്ള വഹ്യ് സ്വീകരിച്ച് പ്രവാചകത്വം സ്വീകരിച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട സഹോദരനായ ഹാറൂൻ നബിയെയും കൂട്ടി കടന്നു ചെല്ലുന്ന രംഗം വിശുദ്ധ ഖുർആൻ സവിസ്തരം നമുക്ക് മുന്നിൽ അത് പറഞ്ഞു തരുന്നുണ്ട്. ആ മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ ജനതയെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഏകാധിപതിയായി താൻ ദൈവമാണെന്ന് വാദിച്ചിരുന്ന ഫിർഔൻ, നമുക്കെല്ലാവർക്കും ആ ചരിത്രങ്ങൾ അറിയാം, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ആ ഫിർഔനിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഫിർഔനിനോട് പറയാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞത് ഫഅതിയാ ഫിർഔന ഫഖൂലാ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ. ഓ മൂസാ, ഓ പ്രിയപ്പെട്ട ഹാറൂൻ നബിയെ അലൈഹിമസ്സലാം, നിങ്ങൾ രണ്ടുപേരും ഫിർഔനിന്റെ മുന്നിലേക്ക് ചെല്ലണം. ഫഖൂലാ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഫിർഔനിനോട് പറയണം, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ രണ്ടുപേരും സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ ദൂതരാണ്, അല്ലാഹു നിയോഗിച്ച മുർസലീങ്ങളാണ്. ഞങ്ങളതാ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. അൻഅർസിൽ മഅനാ ബനീ ഇസ്രായീൽ, നിന്റെ അടുക്കൽ നിന്ന് ക്രൂരമായ അടിച്ചമർത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന, നീ വെറും അടിമകളെ പോലെ കണ്ട് ട്രീറ്റ് ചെയ്യുന്ന ബനൂ ഇസ്രായേലികൾ ഉണ്ടല്ലോ, ആ ബനൂ ഇസ്രായേലികളെ എന്റെ കൂടെ നീ പറഞ്ഞയക്കണം. അവരെ എനിക്ക് രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് അവരെ എന്റെ കൂടെ വിട്ടയക്കണമെന്ന് ഫിർഔനിന്റെ മുഖത്തു നോക്കി പറയണമെന്ന് അല്ലാഹു മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പറയുന്നു. ഇരുവരും ഫിർഔനിന്റെ കൊട്ടാരത്തിലെത്തി വിഷയം പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഫിർഔൻ അംഗീകരിക്കുന്നില്ല. ചരിത്രം നമുക്കറിയാം.
ഫിർഔൻ അത് അംഗീകരിക്കുന്നില്ല. ശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം തന്റെ മുഅ്ജിസത്താകുന്ന വടി അതവിടെ പ്രകടമാക്കുന്നു, പലതരത്തിലുള്ള മുഅ്ജിസത്തുകൾ കാണിക്കുന്നു. ഫിർഔൻ തന്റെ കാഹിനീങ്ങളെ അഥവാ തനിക്ക് വേണ്ടി വലിയ വലിയ മാരണപ്പണികൾ ചെയ്യുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് പല അഭ്യാസങ്ങളും തിരിച്ചു കാണിക്കുന്നു. ഇങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാദപ്രതിവാദങ്ങൾ, സംവാദങ്ങൾ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്നു. പക്ഷേ ഒരു നിലയ്ക്കും അന റബ്ബുകുമുൽ അഅ്ലാ, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബ്, നിങ്ങൾ ഈ പറയുന്നൊരു ദൈവമൊന്നും ലോകത്തില്ല എന്ന് പറയുന്ന വാദത്തിൽ നിന്നൊരു ഇഞ്ച് പോലും ഫിർഔൻ പിന്നോട്ട് പോകുന്നില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനും ഉമ്മത്തിനും പ്രിയപ്പെട്ടവരെ ഒരുപാട് അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നു, പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു, യാതനകൾ സഹിക്കേണ്ടി വരുന്നു. അവസാനം സഹികെട്ടുകൊണ്ട് അവസാനം എല്ലാ നിലയ്ക്കും വേദനകൾ ശക്തമായപ്പോ മൂസാ നബി ചോദിച്ചു പോയി, മത്താ നസ്റുല്ലാഹ്, എത്ര ത്യാഗമാണ് ഞങ്ങൾ സഹിച്ചത്, എത്ര വേദനയാണ് ഞങ്ങൾ സഹിച്ചത്, എത്ര പീഡനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് റബ്ബിന്റെ സഹായം ഒന്ന് വരിക എന്ന് മൂസാ നബി അലൈഹിസ്സലാം പോലും ചോദിച്ചു പോകുമാർ ഒരുപാട് ക്രൂരമായ അതിക്രമങ്ങൾ ഫറോവയുടെ ഭാഗത്ത് നിന്ന് നേരിട്ട സന്ദർഭം. ആ സമയത്ത് വജാവസിനാ ബിബനി ഇസ്രാഈലൽ ബഹ്റ, സൂറത്ത് യൂനുസിൽ വളരെ വ്യക്തമായി നമുക്ക് ആ വചനങ്ങൾ കാണാം. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മത്തിനെയും കൂട്ടിയിട്ട് ചെങ്കടൽ വിട്ടുകിടക്കുന്ന ഒരു രംഗമുണ്ട്. ആ ചെങ്കടൽ വിട്ടുകടന്ന് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തേക്ക് മൂസാ നബിയും അവിടുത്തെ പ്രിയപ്പെട്ട ജനതയും കൂടി കടന്നു പോകുമ്പോ മൂസാ നബി കടന്നുപോയ വഴിയെ ഫിർഔനും സംഘവും സൈന്യവും പിന്തുടർന്നു വരുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല ചെങ്കടലിനെ രണ്ട് ഭാഗത്തേക്കായി മാറി നിന്ന ചെങ്കടലിനെ ഒരുമിച്ചു കൂട്ടി ഫിർഔനെയും സമൂഹത്തെയും അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. മൂസാ നബിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി, അവിടുത്തെ സമൂഹത്തെ രക്ഷപ്പെടുത്തി. ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പിറ്റേ വർഷം മുതൽ മുഹറം 10 അവർ നോമ്പെടുക്കാൻ തുടങ്ങി. ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലമായപ്പോ മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫറഅൽ യഹൂദ യസൂമൂന യൗമ അശൂറാ, മുഹറം 10 ജൂതന്മാര് നോമ്പനുഷ്ഠിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മാ ഹാദൽ യൗമല്ലദീ തസൂമൂനഹു, നിങ്ങൾ ഈ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്നേ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അവരുടെ മറുപടി, അദാ യൗമുൻ സ്വാലിഹുൻ, അദാ യൗമുൻ നജ്ജല്ലാഹു ഫീഹി ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസ്വാമഹു മൂസാ അലൈഹിസ്സലാം. ഇന്നേ ദിവസം ഞങ്ങൾക്ക് നല്ല മഹത്വമുള്ള ദിവസമാണ്. ബനൂ ഇസ്രായേലികളെ അവരുടെ ശത്രുവിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് മൂസാ നബി ദിവസം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു എന്നവര് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന അഹബ്ബു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയുമായി കൂടുതൽ ബന്ധമുള്ളത് എനിക്കാണ്. അതുകൊണ്ട് ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലാ സൂമന്ന താസിആ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 10 മാത്രമല്ല 9 കൂടി നോമ്പനുഷ്ഠിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മുഹറം 9, 10 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ കഴിവുള്ള നമ്മുടെ മഹല്ലിലെ മുഴുവൻ ആളുകളും അന്നേ ദിവസം നോമ്പുകാരായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളാണ് മുഹറം 9, 10, 25, 26 തീയതികൾ. എല്ലാവരും ആ ദിവസം നോമ്പനുഷ്ഠിക്കണം. വ്യാഴാഴ്ച ദിവസം നമുക്കറിയാം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുള്ള മറ്റൊരു ദിവസം കൂടിയാണ്. ആ നിലയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ ആ ദിവസത്തിനുണ്ട്. അപ്പം വ്യാഴവും വെള്ളിയും 2 ദിവസവും മുഹറം 9, 10 എന്ന നിലയ്ക്ക് നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സിയാമു യൗമി ആശൂറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലദീ ഖബല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ആശൂറാ ദിവസത്തെ നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ നിങ്ങളുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് യാതൊരു വൈമനസ്യവുമില്ലാതെ ആ 2 ദിവസങ്ങൾ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ക്ഷീണം നമുക്ക് തടസ്സാകരുത്. മറ്റു പല കാര്യങ്ങൾക്ക് നമുക്ക് ക്ഷീണമില്ല, ദുനിയാവിന്റെ പല കാര്യങ്ങൾക്ക് നമുക്ക് പ്രയാസങ്ങളില്ല, നമുക്ക് ഒഴിവ് കഴിവുകൾ പറയാനില്ല. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ മാറ്റിവെച്ചിട്ട് നാം ദുനിയാവിന്റെ പല കാര്യങ്ങളുടെയും പിന്നാലെ പോകുന്നുണ്ട്. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു 2 ദിവസം മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ പ്രതിഫലാർഹമാണ്. അല്ലാഹു തആല പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥനായ റബ്ബ് തആല അവന്റെ പൊരുത്തം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരും മുഹറം 9, 10 ദിവസങ്ങൾ നോമ്പുകാരായിരിക്കണം. നാഥനായ റബ്ബ് തആല നമുക്കത് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം അമലുകൾ നമ്മൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കണം, ദീനിനെ നിങ്ങൾ സഹായിക്കണം. ദീനിനെ നിങ്ങൾ സഹായിക്കേണ്ടത് ഇത്തരം അമലുകൾ ചെയ്തുകൊണ്ടാണ്. അങ്ങനെ സഹായിക്കുമ്പോ യൻസുറുകും, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വഴിയെ മുറുകെ പിടിച്ചുകൊണ്ട് ദീനിന്റെ എല്ലാ നിലക്കുമുള്ള അമലുകൾ കൃത്യമായി നിർവഹിക്കാൻ നാം മാത്രമല്ല നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒക്കെ അത് നിർവഹിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി തീർക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വലിയ സഹായം റബ്ബ് തആല നമുക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്.